തണുപ്പുകാല രോഗങ്ങൾ അകറ്റാൻ വീട്ടുവൈദ്യങ്ങൾ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കഫക്കെട്ട്. അത് മാറ്റുന്നതിനായി നമ്മൾ പല ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമെങ്കിലും അത് വെറും താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകുകയുള്ളൂ. എന്നാൽ ചില ഒറ്റമൂലികളിലൂടെ കഫക്കെട്ടിന് ആശ്വാസം കണ്ടെത്താം. കഫം കൂടുതലായാൽ അത് ശ്വാസം മുട്ട്, നെഞ്ചുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകും. താഴെ പറയുന്ന വീട്ടുവൈദ്യങ്ങൾ കൊണ്ട് കഫക്കെട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാം. എന്തൊക്കെ മാർഗങ്ങളാണ് ഇത്തരത്തിൽ കഫക്കെട്ടിനെ ഇല്ലാതാക്കുന്നത് എന്ന് നോക്കാം. ഗ്രാമ്പൂ തൈലം ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നത് ഈ പ്രശ്നത്തിന് ഉത്തമ പ്രതിവിധിയാണ്. ഇഞ്ചി, തുളസി, ഉള്ളി ഇവയുടെ നീരെടുത്ത് അതിലേക്ക് തേൻ ചേർത്ത് സേവിക്കുന്നതും കഫക്കെട്ടിനെ ചെറുക്കും. അയമോദകം പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നതും ഉത്തമമാണ്. തിപ്പല്ലി, ത്രിഫല്ല ഇവ പൊടിച്ച് നെയ്യ് ചേർത്ത് കഴിക്കുന്നതും തൊണ്ടയിൽ നിന്നും കഫം പോകുന്നതിന് ഏറെ ഉത്തമമാണ്. കുരുമുളക് പൊടിയിൽ തേനോ നെയ്യോ ചേർത്ത് സേവിക്കുന്നതിലൂടെയും കഫക്കെട്ടിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുട്ടികൾക്ക് കഫരോഗങ്ങൾ ഒഴിവാക്കുന്ന ആഹാരം വേണം മഴക്കാലത്തും നൽകാൻ. പാൽ കഫം ഉണ്ടാക്കുന്ന ആഹാരമാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ചിന്തിക്കുമ്പോൾ പാൽ ഒഴിവാക്കാനും ആകില്ല. ചെറിയൊരു നുള്ളും മഞ്ഞളിട്ട് പാല് കാച്ചിയാൽ കഫക്കെട്ടിന്റെ പ്രശ്നം ഉണ്ടാകില്ല. പകുതി പാലും പകുതി വെള്ളവും ചേർന്ന് നൽകാം. കുറുക്കുണ്ടാക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക. നാരും കറുത്ത അരിയും നീക്കിയ ഏത്തക്ക കൊണ്ട് മാത്രം കുറുക്കുണ്ടാക്കുക. ദഹനം വർദ്ധിപ്പിക്കാനായി കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്ത് ഉരമരുന്ന് നൽകാം. ഉരമരുന്ന് ഗുളിക ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് ലഭിക്കും. തീരെ ചെറിയ കുട്ടികൾക്ക് മുലപ്പാലിലാണ് ഇത് ഉരച്ച് നൽകുക. എണ്ണയിൽ വറുത്ത ഭക്ഷണ സാധനങ്ങളും പേസ്ട്രി പോലെ അധികം മധുരവും ക്രീമും അടങ്ങിയ പലഹാരങ്ങളും കൊടുക്കരുത്. നെയ്യും കൊഴുപ്പും ചേർന്ന ആഹാരങ്ങളും ഒഴിവാക്കണം. കഫക്കെട്ടിന് ഉത്തമ പരിഹാരമാണ് മഞ്ഞൾ. ഏത് രോഗത്തിനും പരിഹാരം കാണാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട്. ഇത് ബാക്ടീരിയയോട് പൊരുതുകയും അണുബാധ പോലുള്ള പ്രശ്നങ്ങളെ നിസ്സാരമായി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മഞ്ഞൾ കഫക്കെട്ടിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്പം മഞ്ഞൾ ഉപ്പിൽ ചേർത്ത് വെള്ളം ഒഴിച്ച് 3-4 ദിവസം കഴിച്ചാൽ മതി. ഇത് കഫക്കെട്ടിന് ആശ്വാസം നൽകുന്നു. ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. ഏത് ആരോഗ്യ പ്രശ്നത്തിനുമുള്ള പരിഹാരം ഇഞ്ചിയിലുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പവർ ഇഞ്ചിയിലുണ്ട്. 5-6 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ തേൻ, 2 കപ്പ് വെള്ളം എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. വെള്ളം ചൂടാക്കി അതിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് വെള്ളം പരമാവധി വറ്റിക്കുക. ശേഷം അല്പം തേന് മിക്സ് ചെയ്ത് കഴിക്കുക. ഇത് കഫക്കെട്ട് കുറയ്ക്കും. ആപ്പിൾ സിഡാർ വിനീഗർ ഉപയോഗിച്ചും കഫക്കെട്ടിന് പരിഹാരം കാണാം. ഇത് ശരീരത്തിൽ അമിതമായി തങ്ങി നിൽക്കുന്ന കഫത്തിന് പരിഹാരം നൽകുന്നു. ആപ്പിൾ സിഡാർ വിനീഗർ അല്പം എടുത്ത് ദിവസവും കവിൾ കൊള്ളാം. ഇത് എല്ലാ കഫക്കെട്ടും ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ആവി പിടിക്കുന്നതാണ് മറ്റൊരു പരിഹാര മാർഗം. ഇത് സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന ഒന്നാണെങ്കിലും അല്പം വ്യത്യസ്തമായ രീതിയിൽ ആവി പിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അല്പം കർപ്പൂര തുളസി 5 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ആവി പിടിക്കാവുന്നതാണ്. ഇത് കഫത്തെ ഇളക്കി കളയുന്നു. തേനും നാരങ്ങ നീരുമാണ് മറ്റൊരു പരിഹാര മാർഗം. നാരങ്ങ നീര് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും തേൻ കഫക്കെട്ടിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു.